ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ രാവിലെ ഞാനിപ്പോൾ സമയം കണ്ടില്ല, 9:30 ആയതേ ഉള്ളൂ. 9:30 ആയി, അന്നേരമാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ച് പോയി കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ പൈപ്പ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കിണറ്റിൽ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളം നമുക്ക് ഓരോ ദിവസം കൂടുമ്പോൾ വെള്ളം അതിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വെള്ളം കുറേ പിടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ വലിയൊരു ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പിടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ അതിനാണ് കേട്ടോ വെള്ളം എടുക്കാം, തുണി കഴുകാനും അതിനൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ പോയി വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ പല്ലൊക്കെ തേച്ചു. പിന്നെ വന്നിട്ട് ഇഡ്ഡലി കഴിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അവരെഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ കാപ്പി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ സാമ്പാറും ചമ്മന്തിയും 3 ഇഡ്ഡലിയും എടുത്തു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചായ കുടിച്ചു. അപ്പോൾ രാവിലെ പാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലും കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ കാപ്പി കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ താഴെ കുഞ്ഞമ്മയുടെ അവിടെ പോയി. അപ്പോൾ കുഞ്ഞമ്മയുടെ അവിടെ പോയിട്ട് അവരിതാണ്ട് ഈ കളി നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, അവിടെ കൊത്തുകല്ലെന്ന് പറയും. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ കളിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ, കടം കയറുമെന്നൊക്കെ പണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞമ്മയുടെ മോൻ അവിടെ വന്നാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആണെങ്കിൽ അമ്മ ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നു. അപ്പോൾ കുഞ്ഞമ്മ പിന്നെ അങ്ങനെ വലിയ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞമ്മ നമ്മളവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിട്ടുള്ള കളികളാണല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. പിന്നെ അവിടുന്ന് അവന്മാരെന്താ ചെസ് ബോർഡ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ചെസ് ബോർഡൊക്കെ വെച്ചിട്ട് അവന്മാർ കളിക്കുകയാണ്. അപ്പോൾ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെസ്സ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല ഇതിനെക്കുറിച്ച്, എന്നാലും ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു അവന്മാരുടെ കൂട്ടത്തിലിരുന്ന്. പിന്നെ നമ്മൾ ചെസ്സ് കളിക്കുന്നതൊക്കെ കൂടുതലും നല്ലതല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അതുപോലെ ചെസ്സ് കളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീട്ടിലൊരു ചെസ്സ് ബോർഡ് വാങ്ങിക്കണം ഇനി. അപ്പോൾ അവന്മാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നല്ലതല്ലേ. അപ്പോൾ അപ്പോൾ ഇളയവനാണെങ്കിൽ ഭയങ്കര കള്ളക്കളിയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ എങ്ങനെ മൂത്ത അവനെ വെട്ടാം, അത് കറക്റ്റ് വഴിയിലൂടെ ഒന്നും അല്ല കേട്ടോ, അല്ലാണ്ടുള്ള കുറുക്ക് വഴിയാണ് ആൾക്കിഷ്ടം. അങ്ങനെ അവരവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് രാവിലെ തന്നെ കാപ്പിയും കഴിച്ചിട്ട് അവിടെ വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 1-2 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടികളെല്ലാം ഉണ്ട് കേട്ടോ, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നല്ല രസമാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ലച്ചുവിനെ കൊണ്ട് വേണ്ടത് അവൾ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു. പിന്നെ അവളെ ഞാൻ ഇറക്കി നടത്തിയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് മിറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളിങ്ങനെ അങ്ങ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇട്ടേക്കുന്ന ഷർട്ടെന്ന് വെച്ചാൽ ഇളയവൻ്റെ കൊച്ചിലത്തെ ഷർട്ടാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ മൂത്ത ആളുടേത് ഇളയാളുടേത് അങ്ങനെ നമ്മൾ വെച്ചേക്കായിരുന്നു. അപ്പോൾ അവൾ അത് ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് അവളുടെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ഇല്ലാണ്ട് വളർന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മുടി വെട്ടാനൊക്കെ അടങ്ങി നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ മുടി വെട്ടുന്ന സമയത്ത് ആ ഉടുപ്പൊക്കെ അങ്ങ് ഊരി മാറ്റിയിട്ടാണ് മുടി വെട്ടുന്നത്. പിന്നെ കുഞ്ഞമ്മയുടെ അവിടെ അപ്പുറത്ത് നമ്മളിങ്ങനെ അവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവരും അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തക്കാരൊക്കെയാണ് അവരാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവളുടെ മുടി വെട്ടാന്ന് വെച്ചത്. അങ്ങനെ അവിടെ നിന്ന് മുടിയൊക്കെ വെട്ടി. പിന്നെ ലച്ചുമ്മ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ അമ്മമാരൊക്കെ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക അല്ലേ. കുട്ടികളുടെ മുടി വെട്ടാനായാലും അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഭയങ്കര എക്സ്പേർട്ട് ആവുമോ. അപ്പോൾ ഞാനാണെങ്കിൽ അതുപോലെ ഇളയാളുടെ കൊറോണ സമയത്ത് ആ ഒരു കൊറോണ ടൈമിൽ നമ്മൾ പുറത്തുനിന്നൊന്നും മുടി ഇങ്ങനെ ആളുടെ വെട്ടാൻ വേണ്ടിയിട്ട് വിളിക്കാതെ നമ്മൾ കൊണ്ടുപോയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ കുട്ടികളുടെ മുടിയൊക്കെ വെട്ടുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഇവക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മുടി വെട്ടി കൊടുക്കുന്നത്. പക്ഷെ വെട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ മുടിക്ക് നല്ല ഉള്ളും ഒന്നും ഇല്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മുട്ടയടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരുടെ മാങ്ങ നോക്കാൻ വേണ്ടിയിട്ട് പോയേ. അപ്പം നാട്ടുമാങ്ങ ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നാട്ടുമാങ്ങ ശരിക്കും വീഴും ഇവിടെ. പക്ഷേ അത് ആർക്കോ പറക്കിക്കൊണ്ട് പോയി തോന്നിട്ടോ. അപ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വിചാരിച്ച് കാണുന്നു, പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അവിടെയൊക്കെ കിടക്കുന്നത് എന്താ എല്ലാം കേട് വന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ പിള്ളേർക്കൊരു രസം, അവരിങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ലച്ചു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊന്നും കിട്ടാത്തതിൻ്റെ നിരാശയിൽ തിരിച്ച് കയറിപ്പോയേ. അപ്പോൾ ദാണ്ട് നമ്മുടെ ഒരു പ്ലാവ് കണ്ടോ, പ്ലാവിൽ നമ്മുടെ താഴ്ഭാഗം മുതൽ അങ്ങ് ചക്കയാണ് കേട്ടോ. അപ്പോൾ മേലോട്ടെല്ലാം കുഞ്ഞി ചക്കകളാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരികെ വന്നപ്പോഴത്തേക്ക് അമ്മ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറിയും മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോഴത്തേക്കും വിശന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ബ്രെഡും ജാമും കൂടെ കൂട്ടി പിള്ളേർക്ക് ഇതുപോലെ ബ്രെഡും ജാമും കൂടെ കൊടുത്തു. പിന്നെ ഞങ്ങളും അതിൽ നിന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചുമ്മേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കാണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വെട്ടിയതല്ലേ, അതുകൊണ്ട് അവളെ ഒന്ന് കുളിപ്പിക്കാമെന്നൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്ത ഒരു സ്കിൻ കെയർ ഓയിലാണിത്. നമ്മുടെ സൂപ്പർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തേച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ. പക്ഷേ മൂത്ത ആൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനൊക്കെ എന്ന് വെച്ചാൽ മുഖത്ത് നല്ലൊരു കളർ വന്ന പോലെ എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പോൾ മൂത്തവനായാലും ഇളയവനായാലും ലച്ചുവൊക്കെ ആയാലും ചെറിയൊരു കളറ് നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ ഓയിലായിട്ടും ഇത് ഉപയോഗിക്കാം. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വെളിച്ചെണ്ണയും ക്യാരറ്റും തേങ്ങാപ്പാലും അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഹെയർ ഓയിലും തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ലച്ചുമേനെ കുളിപ്പിച്ച് അവളെ ഒന്ന് ഒരുക്കാനൊക്കെ ഇങ്ങനെ ഇരുന്ന് തന്നോളും. പക്ഷെ ഒരുക്കി കുറച്ച് കഴിയുമ്പോൾ അവൾ കൺമഷി എല്ലാം ആകെ പടത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുക്കുന്ന കുറച്ച് സമയം മാത്രമേ നല്ലതായിട്ട് ഇരിക്കുകയുള്ളൂ. ബാക്കി സമയമെല്ലാം ഫുള്ള് മുഖം മൊത്തം കരിയായിരിക്കും. അങ്ങനെ അവളെ കുളിപ്പിച്ച് അവളെ ഒരുക്കി പിന്നെ അവൾക്കിനി ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവളിന്ന് ഉറങ്ങിയിട്ടില്ല, അവളെ ഉറക്കണം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ലച്ചുവിന് ഇതുപോലെ കൺവെൻഷനൊക്കെ എഴുതി കൊടുത്തിട്ട് ശിങ്കാറ് വെച്ചിട്ടാണ് നമുക്ക് തൊട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ക്യാമറാമാൻ മൂത്തവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാൻ പോവാണ്. ലച്ചുമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് അവളെ ഉറക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കുക കേട്ടോ. അപ്പോൾ ലച്ചുമ്മയ്ക്ക് ഇനി ഫുഡ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണ്. ചോറൊക്കെ ഉണ്ണുമ്പോൾ മോര് കറി, അതുപോലെ തന്നെ ചക്ക അവിയൽ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ ഞാനാണെങ്കിൽ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും പരിചയമുള്ളതാണ്, നമ്മുടെ ശർക്കരയും പാലും വെച്ചിട്ടുള്ളൊരു പാക്ക്. അപ്പോൾ സൂപ്പറാണ് കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഡെയിലി അല്ല, ഓരോ ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഇതിൽ മുഖത്ത് എന്തെങ്കിലും ഫേസ് പാക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഓയിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയതുണ്ട്, ഒരുപാട് ഫ്ലോപ്പായിപ്പോയി, അത് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തു. അന്നേരത്തേക്ക് അമ്മ, ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് അമ്മ ഇതുപോലെ ചായയും പിന്നെ ഇലയടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ല, അമ്മ ഇങ്ങനെ എന്തെങ്കിലും കുക്കിങ്ങൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അമ്മ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കാണാൻ ഇപ്പോൾ പറക്കന്തലയിലെ വസന്തിയെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ മുഖത്ത് അതൊക്കെ തേച്ചിട്ട് എനിക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട്. പിന്നെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കുക. അപ്പോൾ ഞാനിനി മുഖത്ത് ഇതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഒന്ന് കുളിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പോയി കുളിക്കാൻ പോവാണ്. അപ്പോൾ ലച്ചുമ്മയും അവിടെ കഴിക്കുകയാണ് കേട്ടോ.